നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത സന്തോഷമുള്ളവരായിരിക്കണം. നമ്മുടെ മുഖത്ത് നോക്കിയാൽ മനുഷ്യന് ജീവിക്കാൻ തോന്നണം. അല്ലാതെ ഇവരൊക്കെയുള്ള ഭൂമിയിൽ ഇനി ഒരു നിമിഷം കൂടി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് അവർ ചാവാൻ പോകരുത്. നമ്മളെ കണ്ടിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പ്രതീക്ഷയുണ്ടാവണം. എത്ര ദുഃഖത്തിന് നടുവിലും സന്തോഷത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ മനുഷ്യർ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം? നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാരണം എന്താണ് എന്ന് ചോദിക്കും. പ്രസാദമുള്ള മുഖങ്ങളോടെ ജീവിക്കണം. അതൊക്കെയാണ് വചനം കേൾക്കുകയും വചനം വായിക്കുകയും ചെയ്യുന്നവരുടെ പ്രത്യേകത. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലേ മുഖത്തത് വരുത്തുള്ളൂ. ഉള്ളിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സന്തോഷം പലപ്പോഴും ഒരു തീരുമാനമാണ്. സന്തോഷമായിട്ടിരിക്കാൻ തീരുമാനിക്കുകയാണ്. നമുക്ക് തീരുമാനിക്കുകയാണ്, എന്ത് വന്നാലും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കും. ഈ പ്രശ്നം വന്നെന്ന് പറഞ്ഞ് ദുഃഖിച്ചൊന്നും നടക്കാൻ പറ്റില്ല. എന്ത് വന്നാലും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ തീരുമാനം. അങ്ങനെ സന്തോഷമായി ഇരിക്കേണ്ടതിന്റെ കാരണം നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവിന്റെ വചനം പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം.